മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ഞായറാഴ്ച മാർച്ച് 1 തീയതി നടക്കാൻ പോകുന്ന WWE അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ എലിമിനേഷൻ ചേംബർ 2026 എന്ന ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ നോക്കുകയാണെങ്കിൽ 4 മത്സരങ്ങളാണ് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ 2 എലിമിനേഷൻ ചേംബർ മത്സരങ്ങളും 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 1 തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ രാവിലെ 5:30 മുതലാണ് എലിമിനേഷൻ ചേംബറിൻ്റെ മെയിൻ ഷോ ആരംഭം കുറിക്കുന്നത്. ഇനി നെറ്റ്ഫ്ലിക്സിൽ അല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മറ്റ് വെബ്സൈറ്റുകളുടെ ലിങ്ക് ആ ഷോ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ അതിന് തലേ ദിവസം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മാച്ച് കാർഡ് പ്രൊഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. നിലവിലെ വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ സൂപ്പർ താരമായ ബെക്കി ലഞ്ച് ആണ്. മറ്റൊരു സൂപ്പർ താരമായ AJ ലീക്കെതിരെയാണ് ബെക്കി ലഞ്ച് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷമാണ് AJ ലീ ഒരു സിംഗിൾസ് മത്സരത്തിന് വേണ്ടി ഒരു 1-on-1 മത്സരത്തിന് വേണ്ടി റിംഗിലേക്ക് ഇറങ്ങുന്നത്. അതിന് വലിയ പ്രത്യേകതയുണ്ട്. കൂടാതെ AJ ലീയുടെ ജന്മനാട്ട് ഹസ്ബൻഡിൻ്റെ ഒക്കെ നാടായ ഷിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എലിമിനേഷൻ ചേംബർ നടക്കുന്നത് എന്ന വലിയ പ്രത്യേകതയുമുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെക്കി ലഞ്ച് വേഴ്സസ് AJ ലീ തമ്മിലുള്ള സ്റ്റോറി റെസ്ൽമേനിയ 42 വരെ പോകും എന്നാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ AJ ലീ ഈ ഒരു വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ ഒരു സാധ്യത ഈ എലിമിനേഷൻ ചേംബറിൽ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ AJ ലീ ഈ ബെക്കി ലഞ്ചിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ട് പിന്നീട് അതിനുള്ള ഒരു പ്രതികാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്ന ബെക്കി ലഞ്ചിൻ്റെ സ്റ്റോറി കാണിച്ചാൽ മാത്രമേ റെസ്ൽമേനിയ 42 ഇവർക്ക് ഈ ഒരു സ്റ്റോറി കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ ആരാധകർക്കിടയിൽ ഈ മത്സരത്തിനോട് വലിയൊരു ഹീറ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആരാധകർ ഈ മത്സരത്തെ സംബന്ധിച്ച് അങ്ങനെ കൂടുതലൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചാ വിഷയമായി റെസ്ൽമേനിയ വരെ ഇവർക്ക് ഈ ഒരു സ്റ്റോറി കൊണ്ടുപോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് അനിവാര്യമാണെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ എലിമിനേഷൻ ചേംബറിൽ ബെക്കി ലഞ്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് AJ ലീ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മത്സരം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ഫിൻ ബെലർ എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഓൾറെഡി CM പങ്ക് വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള മത്സരം റെസ്ൽമേനിയ 42 കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ ഫിൻ ബെലറിന് എതിരെ എലിമിനേഷൻ ചേംബറിൽ ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തതുകൊണ്ട് എന്താണ് WWE ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് ഈ ഒരു മത്സരം കാണാനുള്ള ഒരു ആവേശം നമ്മളിൽ ഉണർത്തുന്നത്. ഫിൻ ബെലർ ഇനി CM പങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യനായി റെസ്ൽമേനിയയിലേക്ക് അതൊരു ട്രിപ്പിൾ മത്സരമാക്കി മാറ്റുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ അത്തരത്തിലൊന്നും നടക്കാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിൻ ബെലർ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളത് നമുക്ക് എലിമിനേഷൻ ചേംബറിൽ അദ്ദേഹത്തിൻ്റെ മത്സരത്തിലൂടെ കാണാൻ സാധിക്കും. പക്ഷേ പങ്ക് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്തതായിരിക്കും കാണാൻ സാധിക്കുക. ക്ലീനായി തന്നെ ഫിൻ ബെലറിനെ പരാജയപ്പെടുത്തുന്നതിൽ നിന്ന് മാറ്റി ഫിൻ ബെലറിനെ മറ്റ് ജഡ്ജ്മെൻ്റ് താരങ്ങളുടെ ഇടപെടൽ മൂലം പരാജയത്തിലേക്ക് നയിക്കുന്നതായിട്ട് അവർ കാണിച്ചേക്കാം. അങ്ങനെ ഫിൻ ബെലറും ജഡ്ജ്മെൻ്റ് ഡേയും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഇവൻ്റാക്കി എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിനും അവർക്ക് മാറ്റാൻ സാധിച്ചേക്കാം. അങ്ങനെ ഫിൻ ബെലർ ഈ ജഡ്ജ്മെൻ്റ് ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പുറത്തേക്ക് വരുന്നതായിട്ടും സ്റ്റോറി ബിൽഡ് ചെയ്തേക്കാം. അതിനനുസരിച്ച് റെസ്ൽമേനിയ 42 ഫിൻ ബെലറിൻ്റെ സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ഈ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയും റോമൻ റെയിൻസിനെതിരെ നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള മത്സരം അതാ ഒരു ഗ്രേറ്റസ്റ്റ് റെസ്ൽമേനിയ മെയിൻ ഇവൻ്റ് എന്ന് അവർ ഇപ്പോൾ വലിയൊരു ടാഗ് ലൈൻ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന മത്സരം എന്ന രീതിയിലേക്ക് തന്നെ ആ ഒരു സ്റ്റോറി മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ മാച്ചായി നമ്മൾ നോക്കാൻ പോകുന്നത് വുമൻസ് എലിമിനേഷൻ ചേംബർ മത്സരത്തെ സംബന്ധിച്ചാണ്. ഈ വുമൻസ് എലിമിനേഷൻ ചേംബർ മത്സരത്തിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് 2 തരത്തിലാണ്. അതായത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന 6 റെസ്ലേഴ്സും കൺഫേം ആയതുകൊണ്ട് തന്നെ ഇതിൽ വിജയിക്കാൻ സാധ്യത ഇല്ലാത്തവരും വിജയിക്കാൻ സാധ്യത ഉള്ളവരും 2 കാറ്റഗറി ആയിട്ട് ഞാൻ തരംതിരിക്കുകയാണ്. ഇതിൽ വിജയിക്കാൻ ഒട്ടും സാധ്യത ഇല്ലാത്തവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4 പേരെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതിൽ ഒന്ന് അലക്സ ബ്ലിസ് ആണ്, രണ്ടാമത്തേത് ആസ്ക, മൂന്നാമത്തേത് കിയാന ജെയിംസ്, നാലാമത്തേത്
മൂന്നാമത്തേത് റഗൽ റോഡ്രിഗസ്. അപ്പോൾ ഈ 4 പേർക്കും ഈ ഒരു വുമൻസ് എലിമിനേഷൻ ചേംബറിലെ വിജയസാധ്യത ഞാൻ കാണുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള 2 റെസ്ലേഴ്സ് എന്ന് പറയുന്നത് റിയ റിപ്ലിയും ടിഫനി സ്ട്രാറ്റനുമാണ്. നമുക്കറിയാം നിലവിൽ വുമൻസിൻ്റെ ചാമ്പ്യനായിട്ടുള്ള ജേഡ് കാർഗിലിനെ എതിരെ റസൽമീനിയ 42 മത്സരമാണ് ഈ വുമൻസ് ചേംബറിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിഫനി സ്ട്രാറ്റൻ എന്ന ചാമ്പ്യനെ പരാജയപ്പെടുത്തിയിട്ടാണ് ജേഡ് കാർഗിൽ പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നത്. അപ്പോൾ ടിഫനിക്ക് ഓൾറെഡി ഒരു സ്റ്റോറി ബാക്കിയുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് റസൽമീനിയ വരെ കൊണ്ടുപോകാൻ അവർക്ക് ടിഫനിയെ വിജയിപ്പിക്കുന്നതിലൂടെ കാണാൻ സാധിക്കും. ഇനി അതല്ല, ഒരു മെഗാ മാച്ചിനാണ് അവർ ഉദ്ദേശം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റിയ റിപ്ലി ഈ ജേഡ് കാർഗിലിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതിനു മുൻപ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റിയ റിപ്ലിയുടെ കൈവശമുള്ള ആ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റിയ റിപ്ലി പരാജയപ്പെടണം. ആ ഒരു പരാജയം നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചാൽ, നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് സ്മാക്ഡൗണിന് മുമ്പായതുകൊണ്ട് തന്നെ ആ ഒരു പരാജയം നടന്നാൽ റിയ റിപ്ലി എലിമിനേഷൻ ചേംബറിൽ വിജയിക്കുമെന്ന് നമുക്ക് 101% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ടിഫനി സ്ട്രാറ്റനോ റിയ റിപ്ലിയോ, ഇതിൽ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് റിയ റിപ്ലിക്ക് വിജയസാധ്യത എന്നാണ്. അങ്ങനെ റിയ റിപ്ലിയും ജേഡ് കാർഗിലും തമ്മിലുള്ള ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം റസൽമീനിയ 42 നടക്കാൻ സാധ്യതകൾ എന്നാണ് എൻ്റെ ഒരു നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 4ാമത്തെയും മെയിൻ ഇവൻറ്റുമായിട്ട് നടക്കാൻ പോകുന്ന ഒരു മത്സരം മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരമായിരിക്കും. ഇതും നമ്മൾ വുമൻസ് ചേംബർ മത്സരത്തെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു കാറ്റഗറി ആയിട്ട് തരംതിരിക്കുകയാണ്. ഇതിൽ 3 കാറ്റഗറിയാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അതിൽ ആദ്യത്തെ കാറ്റഗറി ഒട്ടും വിജയിക്കാൻ സാധ്യത ഇല്ലാത്തവരുടെ ഒരു പേരാണ്. ഇതിൽ ട്രിക് വില്യംസ്, ജെ ഊസോ, ജിവോൺ എവൻസ് തുടങ്ങിയവരുടെ പേരാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഈ 3 പേർക്കും ഈ ഒരു ചേംബറിൽ ഒട്ടും വിജയ സാധ്യതയില്ല. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഒരു 50-50 ചാൻസിൽ നിൽക്കുന്ന ഒരു റെസ്ലറാണ്. LA നൈറ്റിൻ്റെ ഒരു പേരാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ LA നൈറ്റിന് ഗംഭീരമായിട്ടുള്ള ഒരു പുഷ് കൊടുക്കണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു സപ്പോർട്ട് LA നൈറ്റിന് കിട്ടുന്നുണ്ട്. അതിപ്പോൾ എറീനയ്ക്ക് ഉള്ളിലും LA നൈറ്റിന് വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ LA നൈറ്റിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു റസൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് മത്സരം കൊടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു കൂട്ടിയും കഴിച്ചുമൊക്കെ നോക്കുമ്പോൾ ഇത്തവണ LA നൈറ്റിനെ ഡ്രൂ മെക്കൻഡയറിനെതിരെ ഒരു മത്സരം കിട്ടുന്ന രീതിയിലേക്ക് സ്റ്റോറി ഒന്ന് ഡൈവേർട്ട് ചെയ്താൽ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ കോഡി റോഡ്സിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് നമുക്ക് മറ്റൊരു ചോദ്യചിഹ്നമാണ്. അത് മറ്റൊരു രീതിയിലേക്കും അവർക്ക് തിരിക്കാൻ സാധിക്കും. ഇനി വിജയിക്കാൻ വലിയ സാധ്യത ഉള്ളവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സക്ഷൽ, റാൻഡി ഓർട്ടണും അമേരിക്കൻ നൈറ്റ്മെയർ ആയ കോഡി റോഡ്സുമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടണെതിരെ ഡ്രൂ മെക്കൻഡയർ ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് സ്റ്റോറി കൃത്യമായി ഡയറക്റ്റായിട്ട് ആരംഭം കുറിച്ചിട്ടുള്ളത്. കോഡി റോഡ്സിനെതിരെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സ്റ്റോറിയാണ്. കോഡി റോഡ്സ് തന്നെയാണ് വിജയസാധ്യത ഉള്ളവരുടെ ഒരു ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും റാൻഡി ഓർട്ടൻ്റെ ഒരു സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. എന്നാലും ഒരാളുടെ പേര് പ്രൊഡിക്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ കോഡി റോഡ്സിൻ്റെ പേര് തന്നെ പറയും. അത് എനിക്ക് കോഡി റോഡ്സിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, നിലവിൽ സ്റ്റോറിയുടെ ഒരു ലോജിക്ക് അനുസരിച്ച് കോഡി റോഡ്സിന് തന്നെയാണ് വിജയസാധ്യത. പക്ഷേ അതിനർത്ഥം റസൽമീനിയ 42 ഡ്രൂ മെക്കൻഡയറും കോഡി റോഡ്സും തമ്മിലുള്ള മത്സരമായിരിക്കും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കുക എന്നുള്ളതല്ല. അതിലേക്ക് ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ആഡ് ചെയ്തുകൊണ്ട് മറ്റ് റെസ്ലേഴ്സിനെയും കൂടി ഇൻവോൾവ് വിജയിപ്പിച്ച് ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമോ ഒരു ഫേറ്റൽ 4-വേ മത്സരമോ റസൽമീനിയ 42 അവർ ബിൽഡ് ചെയ്യും. അത്രത്തിലേക്ക് തന്നെയാണ് അവർ സ്റ്റോറി ഇതുവരെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സിന് വിജയസാധ്യത എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് എലിമിനേഷൻ ചേംബറിൻ്റെ ഒരു പ്രത്യേകത ഇത്തവണത്തേതെന്ന് പറയുന്നത് ആ മിസ്റ്ററി ബോക്സ്, മിസ്റ്ററി ക്രൈറ്റ് അത് ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ എലിമിനേഷൻ ചേംബർ നടക്കുന്ന ദിവസം വരെ അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വാചകം അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ ആദം പിയേഴ്സ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസും ഒത്തിട്ട് ആദം പിയേഴ്സ് എലിമിനേഷൻ ചേംബറിൽ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമെന്നാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിൽ ഒരു റെസ്ലർ ആയിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അത് ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. റെസ്ലർ എന്ന് പറയുമ്പോൾ അതൊരു സെലിബ്രിറ്റി റെസ്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റെസ്ലർ തന്നെയായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു സെലിബ്രിറ്റി റെസ്ലർ ആകാനാണ് സാധ്യത. അങ്ങനെ റസൽമീനിയ 42 ഒരു സെലിബ്രിറ്റി റെസ്ലറുടെ ഒരു മത്സരത്തിൻ്റെ ഒരു സാധ്യതയും അവർ തുറന്നിടാനും ആ ഒരു ബോക്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും റസൽമേനിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ആ ഒരു ബോക്സ് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേ ഷോ എന്ന് ഉദ്ദേശിക്കുന്നത് റസൽമേനിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡപ്പ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും ഈ എലിമിനേഷൻ ചേംബറിൻ്റെ ഒരു പ്രത്യേകതയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറക്കരുത്, മാർച്ച് 1-ാം തീയതി ഈ ഞായറാഴ്ച രാവിലെ 5:30 മുതലാണ് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് നമുക്ക് ലൈവ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രൊഡിക്ഷൻസും മറ്റ് അപ്ഡേറ്റ്സും വീഡിയോ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.